ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക ശർക്കര വരട്ടിയാണ്. അതിനായിട്ട് ഒരു 250 ഗ്രാം നെല്ലിക്കയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരേ ഒരു ഗ്രാമ്പുമാണ്. ഇനി ഇവയൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. വറുത്ത ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഏകദേശം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പായിട്ടൊക്കെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക നമ്മളിപ്പോൾ ഈ ചട്ടിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിറയെ വെള്ളം വേണ്ട. നെല്ലിക്ക പാകമാവുന്നതിന് കറക്റ്റായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കൂടെ തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. അതൊരു സ്പൂൺ കണക്കാക്കി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നെല്ലിക്കയെല്ലാം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മുളകും പിന്നെ വെളുത്തുള്ളിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് നമുക്ക് കുറച്ച് കൂടുതലാണ് ആവശ്യമെങ്കിൽ 1-2 കൂടി മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 50 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. 1/4 കിലോ നെല്ലിക്കയ്ക്ക് ഞാനിപ്പോൾ 50 ഗ്രാം ശർക്കരയാണ് ഉരുക്കി ചേർത്തിരിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇവയൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയെല്ലാം ശർക്കരയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എരിവും മധുരവും പുളിയും ഉപ്പൊക്കെ ചേർന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് നെല്ലിക്ക കഴിക്കാൻ വളരെ സ്വാദായിരിക്കും. ഒരു ചെറിയ സ്പൂൺ അളവിൽ പുളി പിഴിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തീരെ വെള്ളത്തിൽ പിഴിഞ്ഞ പുളിയല്ല, കുറച്ച് കട്ടിയായിട്ടാണ് ഞാനിപ്പോൾ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി നമുക്കിപ്പോൾ ഈ ശർക്കരയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരേ ഒരു സ്പൂൺ നെയ്യാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് ഒന്നുകൂടി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ചട്ടിയിലെ ചൂടിലിരുന്ന് തന്നെ ബാക്കി ശർക്കരയൊക്കെ വറ്റി വരുന്നതാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയായ നെല്ലിക്ക ശർക്കര വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.